പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് പെരുംജീരകം, പട്ട, ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, 2 സവാള, അതിനുശേഷം കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ അളവ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവ് മുളക് പൊടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി മിക്സി ജാറിൽ തേങ്ങ, പെരുംജീരകം, കുറച്ച് പൊട്ടുകടല ചേർത്തിട്ട് വെള്ളവും ചേർത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. മുരിങ്ങക്കായ വെന്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതേപോലെ